ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 8-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥനെ അനുഗമിക്കുന്ന നല്ലൊരു ശിഷ്യനായി തീരാൻ ഒരു മനുഷ്യനുണ്ടാവേണ്ട ബോധ്യങ്ങളെക്കുറിച്ചാണ് സുവിശേഷം എന്ന് നമ്മളോട് സംസാരിക്കുന്നത്. 2 കാര്യങ്ങളാണ് യേശുനാഥൻ നമ്മളോട് പറയുന്നത്. ക്രിസ്തുവിനെ അനുഗമിക്കാനായി വരുന്ന ഒരു നിയമജ്ഞൻ അവനോട് പറയുന്നത്, നീ എവിടെ പോയാലും നിന്നെ അനുഗമിക്കുമെന്നാണ്. അതിന് യേശുനാഥൻ കൊടുക്കുന്ന ഉത്തരം, എനിക്ക് തലചായ്ക്കാനൊരു ഇടം പോലും ഇല്ല എന്നുള്ളതാണ്. എന്താണ് അതിന് അർത്ഥമാക്കുന്നത്? അതായത് ദൈവ അന്വേഷണവുമായി ഞാൻ ഇറങ്ങുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ഞാൻ ഇറങ്ങുന്നത് ദൈവത്തിന് വേണ്ടി മാത്രമായിരിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴോ അവിടുത്തെ സ്നേഹിക്കുമ്പോഴോ എനിക്ക് എന്തെങ്കിലും ലഭിക്കും എന്നുള്ള ചിന്തയാണ് എന്നെ ദൈവത്തിലേക്ക് നയിക്കുന്നതെങ്കിൽ അത് യഥാർത്ഥ ദൈവാന്വേഷണമല്ല. കാരണം യേശുനാഥൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നതിന് മുൻപേ അറിയുന്നവനാണ് ദൈവം. അതുകൊണ്ട് അവിടത്തേക്ക് നമുക്ക് എന്ത് നൽകണമെന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ട്. അത് നമ്മൾ ഉപേക്ഷിച്ചിട്ട് വേണം, അതായത് എനിക്ക് എന്തെങ്കിലും വേണമെന്നുള്ള ചിന്ത ഉപേക്ഷിച്ചിട്ട് വേണം ദൈവത്തെ അനുഗമിക്കാൻ. അവിടത്തേക്ക് വേണ്ടി അവിടുത്തെ അനുഗമിക്കുന്ന മനുഷ്യരായി മാറണം. രണ്ടാമത്, ദൈവത്തെ അനുഗമിക്കാൻ ഞാൻ പിന്നെ അനുഗമിക്കാം എന്നുള്ളൊരു മാറ്റിവെപ്പ് നമുക്കുണ്ടാകരുത്. എപ്പോഴാണോ എൻ്റെ ദൈവത്തെ ഞാൻ അനുഗമിക്കേണ്ടത് അത് ഇപ്പോഴാണ്. ആ സമയം പിന്നീടല്ല. എൻ്റെ കർത്തവ്യങ്ങൾക്ക് ശേഷമോ എനിക്കുള്ള ലോകസുഖങ്ങൾ ആസ്വദിച്ചതിന് ശേഷമോ പിന്നീട്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവസാന ഭാഗത്തോ ദൈവത്തെ അനുഗമിക്കാം എന്ന് വിചാരിക്കുന്നിടത്തല്ല. ദൈവത്തെ അനുഗമിക്കേണ്ടത് ഇപ്പോഴാണ്, അതിവിടെയാണ്. അപ്പോൾ ആ ഒരു ചിന്തയാണ് യേശുനാഥൻ നമുക്ക് ഇന്ന് നൽകുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്നൊരു സംശയമാണ്, ഈ ലോക ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ എല്ലാ മനുഷ്യരോടൊപ്പം ജീവിക്കുമ്പോൾ എങ്ങനെ യേശുനാഥനെ അനുഗമിക്കും? പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ ഉള്ളവരും മറ്റു ജീവിതത്തിലുള്ളവരും ഒക്കെ എങ്ങനെയാണ് എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുന്നത്? അപ്പം അതിനർത്ഥം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് യേശുവിനാവുക എന്നതാണ്. കുടുംബജീവിതം നയിക്കുന്ന ഒരു മനുഷ്യൻ എല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. എല്ലാറ്റിനും ഉപരി അവിടത്തേക്ക് പ്രാധാന്യം നൽകുക എന്നതാണ്. അവിടുത്തെ സ്നേഹിക്കുന്നത് അവിടത്തേക്ക് വേണ്ടി മാത്രം ആവുക എന്നതാണ്. അപ്പം നിസ്വാർത്ഥമായ സ്നേഹം ക്രിസ്തുവിനോട് ഉണ്ടായിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. യേശുനാഥൻ പറയുന്ന കാര്യമാണ്, ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തിന് വേണ്ടിയുള്ള സ്നേഹം പൂർണ്ണമാകുന്ന മനുഷ്യരെ സ്നേഹിക്കുമ്പോൾ കൂടിയാണ്. അപ്പോൾ മനുഷ്യരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുകയും ചെയ്യുന്നതിനോടൊപ്പം അവരെക്കാൾ ഉപരി ദൈവത്തിന് കൊടുക്കേണ്ട സ്നേഹവും പരിഗണനയും നമ്മൾ ദൈവത്തിന് കൊടുക്കുകയും അവിടുത്തെ രാജ്യവും ശക്തിയും നമ്മൾ അന്വേഷിക്കുകയും ചെയ്യണം. അപ്പോഴാണ് എൻ്റെ ശിഷ്യത്വം പൂർണ്ണമായി തീരുന്നത്. അപ്പോൾ ഈ ഒരു വചനം ധ്യാനിക്കുമ്പോൾ എല്ലാറ്റിനേക്കാളും ഉപരി ഈശോയെ സ്നേഹിക്കാൻ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ, ഈശോയ്ക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.